വഞ്ചൂർ കോടതി വളപ്പിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ച ബെയിലിൻ ദാസ് എന്ന അഭിഭാഷക ക്രിമിനലിന്റെ രാഷ്ട്രീയം തെരഞ്ഞു മനോരമയുടെ നാടകം. മനോരമയെ ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ നുണ ആവർത്തിക്കുമ്പോൾ സത്യം മല കയറുകയാണ്. മനോരമ ഓൺലൈൻ വാർത്തയെ ഉദ്ധരിച്ച് സതീശൻ പറഞ്ഞത് ബെയിലിൻ ദാസ് ഇടതുപക്ഷക്കാരനാണെന്നും അതുകൊണ്ട് പോലീസ് സംരക്ഷിക്കുകയാണെന്നുമാണ്. എന്നാൽ ഇന്നാകുമ്പോഴേക്കും മനോരമ ഒരടി പിന്നോട്ട് പോയിരിക്കുന്നു. പഴിചാരി CPM-ഉം കോൺഗ്രസും എന്നായി. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരുന്നതവിടെ നിൽക്കട്ടെ, ഈ പത്രത്തിനൊരു നിലപാട് വേണ്ടേ? ഈ അഭിഭാഷക ക്രിമിനൽ CPM-ഓ കോൺഗ്രസോ? മനോരമ പറയട്ടെ. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കേട്ടുപോകും. നീതിക്കും ന്യായത്തിനും തീരദേശ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നൊരൊറ്റ വിശ്വാസത്തിൽ എന്റെ പ്രസ്ഥാനമായ, എന്റെ തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റം എന്റെ ജനത്തിനും എന്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എന്റെ ഈ തിരിച്ചുവരവ്. ഞാൻ കോൺഗ്രസ് തറവാട്ടിലെ അംഗമാണെന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട് ചുറ്റിത്തിരിഞ്ഞു വന്നപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായതാണ്. എന്നാൽ പിന്നീട് തറവാട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും സംശയലേശമന്യേ പറയുന്നു. ഏതാണ് ഈ തറവാട്? അത് കോൺഗ്രസ് എന്ന് തറപ്പിച്ചു പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂന്തുറയിൽ മത്സരിച്ചത് 2015-ൽ, അതായത് 10 വർഷം മുമ്പ്. അതും കഴിഞ്ഞ് 2020 ആകുമ്പോഴേക്കും വീണ്ടും കോൺഗ്രസായി. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങി. അതിന്റെ വിശദ വിവരമാണ് ആ വീഡിയോയിലുള്ളത്. തുടർന്നും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോഴും കോൺഗ്രസ്. കഴിഞ്ഞ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല പാനലിൽ മത്സരിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് പ്രവർത്തകനും. അങ്ങനെ ഒരാളെയാണ് മനോരമയും സതീശനും ഇടതുപക്ഷമാക്കാൻ നോക്കിയത്. ഇതുണ്ടോ നവമാധ്യമങ്ങളിലെ കടന്നലുകൾ വിടുന്നു. അവർ വിദ്വാന്റെ ജാതകം തന്നെ പൊക്കി. ആൾ ഒന്നൊന്നര കോൺഗ്രസ്. അങ്ങനെ വിശരമയുടെ ഒരു വിഷം കൂടി ഇറങ്ങുമെന്നായപ്പോ അടുത്ത ചെപ്പടി വിദ്യ. അതാണ് ഇന്ന് കണ്ടത്. പഴിചാരി CPM-ഉം കോൺഗ്രസും എന്ന്. ഈ സൃഷ്ടിയാകട്ടെ തലസ്ഥാനത്ത് മാത്രം കൊടുത്ത് തടിയൂരി. അപ്പോഴും ചോദ്യം മനോരമയോടാണ്, ശരിക്കും ഈ അഭിഭാഷക ക്രിമിനലിന്റെ പാർട്ടി ഏതാണ്? അത് കണ്ടെത്തുന്ന മമാപ്ര, അതായത് മനോരമ മാപ്രയ്ക്കാകട്ടെ ഈ വർഷത്തെ എക്സ്ക്ലൂസീവിനുള്ള ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി.